Hello friends, I am Nisha from Nisha's Kitchen. Welcome to my channel. ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് കോക്കനട്ട് കുക്കീസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഡ്രൈ കോക്കനട്ട് 1 കപ്പ്. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രൈഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ അതിൻ്റെ വൈറ്റ് പാർട്സ് മാത്രം നല്ല പൊടിയായിട്ട് തിരുമ്മി എടുത്ത ശേഷം ഓവനിലോ അല്ലെങ്കിലോ ഫ്രൈ പാനിലോ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഐസിങ് ഷുഗർ 75 ഗ്രാം. സാധാരണ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ 200 ഗ്രാം. അൺസോൾട്ടഡ് ബട്ടർ 75 ഗ്രാം. വാം മിൽക്ക് 2 ടേബിൾ സ്പൂൺ. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ. നമുക്ക് കുക്കീസ് തയ്യാറാക്കാനായിട്ടുള്ള മാവ് കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. 75 ഗ്രാം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. ഇനി ഇതിലേക്ക് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. ഷുഗർ നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീറ്റർ ഉപയോഗിച്ചാണെങ്കിലും നമുക്കിത് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ബട്ടറും ഷുഗർ പൗഡറും കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർക്കാം. മൈദ ചേർക്കുമ്പോൾ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാം മിൽക്ക് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ ബലം കൊടുത്ത് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ പാടില്ല. ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് വളരെ ലൈറ്റായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ആവശ്യാനുസരണം 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കാം. മിക്സ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ വേണം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കുക്കീസിനുള്ള ഡോ തയ്യാറായി കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം കുക്കീസിനുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റായിട്ട് വേണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്കിനി ഇതിനെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ചെറിയ ഓരോ പോർഷൻ എടുത്ത് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഉരുട്ടി നമുക്ക് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് റൗണ്ടാക്കി എടുക്കാം. ഈ ഒരു ഷേപ്പ് മതിയാകും. ഇനി ഇത് നമുക്ക് കുറച്ച് ഡ്രൈഡ് കോക്കനട്ട് ഞാനിവിടെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. നമ്മുടെ കുക്കീസ് ഇതുപോലൊന്ന് കോക്കനട്ട് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന മാവിൽ നിന്നും ഇതുപോലെ ഓരോ ഉരുളകളായിട്ടെടുത്ത് ഷേപ്പ് ചെയ്ത് നമുക്ക് മുഴുവൻ മാവ് കൊണ്ടും ഇതുപോലെ കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. ഡ്രൈ കോക്കനട്ടിൽ നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്യണം. ഇതുപോലെ നമുക്ക് ബാക്കി മാവ് കൊണ്ടും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ബേക്കിങ്ങിനായിട്ട് എല്ലാ കുക്കീസും റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഓവനിലും കുറച്ച് കുക്കറിലും വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം.
കുറച്ച് കുക്കീസ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ട്രെയിൽ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുക്കീസ് വെക്കുക. ആദ്യം ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമുക്കൊരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറച്ചധികം ഉപ്പ് ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രഷർ കുക്കർ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇടണം. ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റീലിൻ്റെ ഇതുപോലൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ തട്ടോ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തായിട്ടാണ് നമുക്ക് ബേക്കിംഗ് ട്രേ വെക്കേണ്ടത്. ഇനി നമുക്ക് കുക്കീസ് വെച്ച ബേക്കിംഗ് ട്രേ ഈ കുക്കറിൻ്റെ വശങ്ങളിൽ കൈ തട്ടാതെ വളരെ ശ്രദ്ധിച്ച് ഈ തട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കാരണം ഈ കുക്കർ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്, കൈ പൊള്ളരുത്. ഇതുപോലെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ ഈ അടപ്പിൻ്റെ ഉള്ളിൽ നിന്നും റബ്ബർ മാറ്റേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വിസിലിടാൻ പാടില്ല. വിസിലിടാതെ മീഡിയം ഹീറ്റിൽ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ കുക്കറും ഇതിൻ്റെ ഉള്ളിലെ ഈ ബേക്കിംഗ് ട്രേയും ഒക്കെ നല്ല ചൂടാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മുടെ കുക്കീസ് ആവശ്യത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ റിമൂവ് ചെയ്ത് പുറത്തെടുത്ത് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കുക്കീസ് ഉപയോഗിക്കാൻ. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ട്രേയിലുള്ളത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. അതുപോലെ ഈ ഒരു ട്രേയിലുള്ളത് നമ്മൾ കുക്കറിനുള്ളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം ചായക്കൊപ്പം സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുക്കീസാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക്